ശംശായിരിക്കട്ടെ. നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹിത എന്ന പരമ്പരയുടെ 29ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തത് 1-ാം വാല്യത്തിലെ 12ാമത്തെ അധ്യായത്തിലെ കന്യാമറിയത്തിനു വേണ്ടി ഒരു യോഗ്യനായ വരനെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ്. കഴിഞ്ഞ ആ ഭാഗത്ത് നമ്മൾ കണ്ടത് പുരോഹിതൻ 15 വയസ്സുള്ള ദേവാലയത്തിൽ സമർപ്പിച്ച കന്യാമേരിയെ വിളിച്ച്, കാരണം യഹൂദ പാരമ്പര്യം അനുസരിച്ച് 15 വയസ്സ് കഴിയുന്നവർ സ്ത്രീകളാണ്, അവർ വിവാഹിതരാകണം. ആ കർത്തവ്യം പുരോഹിതൻ ഏറ്റെടുക്കുകയാണ്. കാരണം പരിശുദ്ധ കന്യാമറിയത്തിന് മാതാപിതാക്കൾ മരിച്ചു, ബന്ധുക്കളായി മറ്റ് വേണ്ടപ്പെട്ടവർ വളരെ കുറവാണ്. ആ സാഹചര്യത്തിൽ പുരോഹിതൻ ഒരപ്പൻ്റെയും അമ്മയുടെയും ദൗത്യം പോലും ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഒരു വരനു വേണ്ടി ദൈവത്തിനെ തന്നെ ഏൽപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു അടയാളമായി പുരോഹിതൻ പറയുന്നത്, ദാവീദ് വംശത്തിൽപ്പെട്ട എല്ലാ യുവാക്കളും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവണം. അവരൊരടയാളമായി ആ പൂക്കുന്ന ഒരു കമ്പ് എവിടെ നിന്നാണെങ്കിലും കൊണ്ടുവന്ന് ദേവാലയത്തിൽ സമർപ്പിക്കണം. 1 മാസത്തിന് ശേഷം അതിൽ പൂവുള്ളത് തീർച്ചയായിട്ടും ദൈവം തിരഞ്ഞെടുത്തതായിട്ട് കണക്ക് കൂട്ടാം. ഇവിടെ പുരോഹിതന് മറ്റൊന്നും ചിന്തിക്കുന്നില്ല. ഒന്നും പൂത്തില്ലെങ്കിൽ എന്തു ചെയ്യും, ഒന്നിലധികം പൂത്താൽ എന്തു ചെയ്യും, ഇതൊന്നും പുരോഹിതന് ഒരു ചിന്തയിൽ പോലുമില്ല. കാരണം ദൈവത്തിനെ ഏൽപ്പിച്ച ആ തിരഞ്ഞെടുപ്പിൻ്റെ കർമ്മം. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് 2 ആത്മാക്കള്, ദൈവത്തിനു വേണ്ടി സമർപ്പിച്ച ആത്മാക്കള് ദൈവമാകുന്ന ആ വലിയ നദിയിലേക്ക് ചേരുന്ന കൈ തോടുകളായിട്ട് മാറുന്നു. അപ്പോൾ അവർ ഇല്ലാതായി തീരുകയും അവരുടെ ആസ്തിത്വം ഇല്ലാതാവുകയും ദൈവത്തിൻ്റെ ആസ്തിത്വത്തിൽ പങ്കാളിയാവുകയും ചെയ്യുകയാണ്. ഇതാണ് ഈ ഭാഗത്ത് നമ്മൾ ധ്യാനിക്കാൻ വിഷയമാക്കുന്നത്. അങ്ങനെ ആ കമ്പുകൾ എല്ലാ യുവാക്കളും കൊണ്ടുവന്നു. ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസമാണ്. അതിന് എല്ലാ യുവാക്കളും പങ്കെടുത്തു. അത് കൊണ്ടുവന്നപ്പോൾ ഒരെണ്ണം മാത്രം പൂത്തിട്ടുണ്ട്. പലസ്തീനായിലെ ആ മഞ്ഞ് വീഴുന്ന സമയത്ത് ഒരു പൂക്കൾ പോലുമുള്ള ചെടികളില്ലാത്ത ഒരവസരത്തിൽ ഒരത്ഭുതമായിട്ട് ഈ പൂക്കുകയാണ്. അപ്പോൾ പുരോഹിതൻ വളരെ സന്തോഷത്തോടെ എല്ലാവരോടും പറയുകയാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഗുണഗണങ്ങൾ. അവളാണ് വാസ്തവത്തിൽ ആ ദേവാലയത്തിൻ്റെ പുഷ്പം. അതിമനോഹരിയും സ്വഭാവത്തിലെ ഏറ്റവും ഉന്നതത്തിലുള്ള ആ പരിശുദ്ധ കന്യാമറിയത്തിനെ കുറിച്ച് പുരോഹിതൻ വളരെയധികം പ്രശംസിച്ച് പറയുകയാണ്. അതിനുശേഷം ആ പൂത്ത കമ്പിൻ്റെ ഉടമസ്ഥനായ വിശുദ്ധ യൗസേപ്പിനെ വിളിക്കുകയാണ്. വിശുദ്ധ യൗസേപ്പ് ഗലീലയിലെ നസറത്തിൽ നിന്നുള്ള ആശാരിയാണ്. അതുപോലെ യാക്കോബിൻ്റെ ബെത്ലഹേമിലെ യാക്കോബിൻ്റെ മകൻ യോസഫ്, അവൻ ദാവീദ് വംശത്തിൽപ്പെട്ടവനാണ്. അവൻ വരുമ്പോൾ പുരോഹിതൻ അവനോട് പറയുന്നത് ഇതാണ്: ഈ പുഷ്പത്തെക്കാളും ഏറ്റവും അതിസുന്ദരിയായ അവള് ജീവിതത്തിലെ ദൈവത്തിനു വേണ്ടി മാത്രം സമർപ്പിച്ചവളാണ്. അവള് നിന്നോട് ഒരുപക്ഷെ അവിടെ സമർപ്പണ ജീവിതത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അവളെ ശക്തിപ്പെടുത്തുക, അവൾക്ക് ബലം കൊടുക്കുക. അപ്പോൾ വിശുദ്ധ യൗസേപ്പ് ദൈവനിവേശിതമായിട്ട് പറയുകയാണ്, എൻ്റെ ശക്തി മുഴുവൻ
ഞാൻ അവൾക്കായി സമർപ്പിക്കുന്നു. പുരോഹിതൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ എല്ലാ അധികാരവും അവൾക്കായി സമർപ്പിക്കുന്നു. എനിക്ക് ഒരു ത്യാഗവും ഒന്നും അവൾക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം ആ ദൈവിക ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഞാൻ കാണുന്നു. അതിന് അങ്ങയുടെ മുമ്പിൽ ഞാൻ ഉറപ്പു തരുന്നു. ഇതായിരുന്നു വിശുദ്ധ യോസേപ്പ് പുരോഹിതനോട് പറഞ്ഞ വാക്കുകൾ. പുരോഹിതൻ വളരെ സന്തോഷമാകുകയാണ്. പുരോഹിതൻ അവനെ അഭിനന്ദിച്ച് മേരിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാക്കുകയാണ്. മേരി വന്നു കഴിഞ്ഞപ്പോൾ അവര് പുരോഹിതനും സക്രിയായും പനുവേലിൻ്റെ മകള് അന്നയും എല്ലാം മാറിപ്പോയിട്ട് അവരെ സ്വതന്ത്രമായി സംസാരിക്കുവാൻ അനുവദിക്കുകയാണ്. വിശുദ്ധ യോസേപ്പാണ് സംസാരം തുടങ്ങുന്നത്. കാരണം അവൾക്ക് പുറം ലോകവുമായി ബന്ധമില്ലാത്തത് കൊണ്ട് അപരിചിതരെ കണ്ടു കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ലജ്ജയും ബുദ്ധിമുട്ടുമെല്ലാം ഉണ്ട്. യോസഫ് സംസാരിക്കുന്നത് ആ നസ്രത്തിലെ അവരുടെ കുടുംബ പശ്ചാത്തലവും യോവാക്കീമും അന്നയും ഒക്കെ ആയിട്ടുള്ള സൗഹൃദവും, അതുപോലെ ആ തോട്ടത്തിൽ നിന്നുള്ള ഒരു കമ്പാണ് ഞാനിവിടെ കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ അവൾ വളരെയധികം സന്തോഷിക്കുകയാണ്. കാരണം 3 വയസ്സിൽ പിരിഞ്ഞു പോരുന്ന ആ തോട്ടത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും ആ കരുതലിനും എല്ലാം പറഞ്ഞപ്പോൾ അവളിൽ അനാഥയല്ല എന്നുള്ളൊരു ബോധം അവളിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ മുമ്പിൽ വിശുദ്ധ യോസേപ്പ് പറയുകയാണ്, ഞാൻ നാസിർ വ്രതം സ്വീകരിച്ച വ്യക്തിയാണ്. എനിക്കിഷ്ടമുണ്ടായിട്ട് ഞാൻ ഇതിന് വന്നതല്ല. പുരോഹിതൻ്റെ ആ കൽപ്പനയെ ലംഘിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് മാത്രം വന്നതാണ്. അപ്പോൾ വിശുദ്ധ കന്യാമറിയത്തിന് ഒരു ഉറപ്പ് കിട്ടിയ പോലെയായി. തൻ്റെ കന്യത്വത്തിൻ്റെ കാവൽക്കാരനായി ഒരു യുവാവിനെ കിട്ടിയതുപോലെ അതിസന്തോഷത്തിൻ്റെ. ഇതാണ് വാസ്തവത്തിൽ ദൈവിക ദൗത്യത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ ആത്മീയതയിൽ പൂർണ്ണമാകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരിലേക്ക് ഒരു തടസ്സവുമില്ലാതെ കടന്നു വരുന്ന അനുഭവം. എന്നിട്ട് അവൻ ആ പൂത്ത കമ്പ് മേരിക്ക് കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇതോടുകൂടി ഞാൻ എൻ്റെ ഹൃദയവും നിനക്ക് സമർപ്പിക്കുന്നു. ഇന്ന് മുതൽ ഏത് കാര്യവും നിൻ്റെ ഇഷ്ടത്തിൻ്റെ പൂർത്തീകരണം മാത്രമായിട്ട് മാറും. അത് എനിക്ക് സന്തോഷത്തോടെ ഞാൻ സമർപ്പിക്കുന്നതാണ്. മേരിയും അങ്ങനെ വളരെയധികം സന്തോഷവതിയാവുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരുപക്ഷെ ഈ സമർപ്പണത്തിൻ്റെ ആത്മാവിൻ്റെ വഴികൾ, അത് രക്ഷാകര ദൗത്യത്തിലേക്ക് നയിക്കുന്ന ആ വഴികളെ, അതിൻ്റെ കൂടുപാടുകൾ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക. അതിൽ നിന്ന് കിട്ടുന്ന സമാധാനവും സന്തോഷവും മേരി തന്നെ പറയുന്നുണ്ട്. ഈ സന്തോഷം, ഈ സമാധാനം വ്യക്തിയിൽ നിന്നോ ലോകത്തിൽ നിന്നോ കിട്ടുന്നതല്ല. ആ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു പങ്ക് നമ്മുടെ സമർപ്പണ ജീവിതത്തിൻ്റെ ആത്മാർത്ഥതയിൽ കൂടി നമ്മൾക്കും നേടിയെടുക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.